പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇന്നും നാളെയും ജീവിതാവസാനം വരെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രയോജനപ്പെടും. 10 ദിവസത്തേക്കല്ല, 1 വർഷത്തേക്കുമല്ല, ലൈഫ് ലോങ്, മരണം വരെ പ്രയോജനപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്, റോമാലേഖനം 9-ാം അധ്യായം 33-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ആ വാക്ക് ഏറ്റെടുക്കേണ്ട ഒരു വാക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വചനം എഴുതിയിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരില്ല. അതിന് വേറൊരു വാക്കിൽ എഴുതിയിരിക്കുകയാണ്, ലജ്ജിക്കാൻ ഇടവരില്ല. ഹല്ലേലൂയ. എന്നോറൊക്കെ പറഞ്ഞത് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. എവിടെയേലും ലജ്ജിച്ചു പോയിട്ടുണ്ടോ? പല ആളുകളും പല സ്ഥലത്തും ലജ്ജിച്ചു പോയിട്ടുണ്ടായിരിക്കും. സാമ്പത്തിക മേഖലയിൽ ലജ്ജിച്ച അവസ്ഥയിലായിരിക്കും ഉള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, പല കാര്യങ്ങളിലും പലരെക്കാളും പുറകിലും ലജ്ജിച്ചുമാണെങ്കിൽ, അടുത്ത വചനമാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് ആ വചനത്തെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ 100 വഴികൾ ഇല്ല, ഓപ്ഷൻ ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും പ്രിയപ്പെട്ടവരായ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും വരാൻ 100 വഴികൾ, അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. 1 മുതൽ 100 വരെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക. ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് വിശ്വാസത്തിൻ്റെ ഒരു വഴി. അതാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരുപാട് പേര് ജീവിതത്തിൽ പല കാര്യത്തിലും തകർന്ന് തരിപ്പണമായി പോയവരായിരുന്നു. പക്ഷെ അവരൊക്കെ എങ്ങനെയാ പിടിച്ചു കയറി ഇന്ന് രക്ഷപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്? വിശ്വാസമെന്ന പിടിവള്ളിയിൽ പിടിച്ചിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കടം കയറിയ മനുഷ്യൻ ഇതാ ഒന്ന് കയറി ഇറങ്ങി നല്ല നിലയിലെത്തിയപ്പോൾ പറഞ്ഞു, അന്ന് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നെ ഉയർത്തിയത്. വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വചനവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടെങ്കിലും ഇതിനെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവവചനവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയുന്നത്. ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലപ്പേരിട്ടിട്ട് ഒരു അത്ഭുതം കൊടുത്തിട്ടുണ്ട്. ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലം. ലിസ്ത്ര, അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സറിഞ്ഞ് കേട്ടാൽ ഈ ഒരൊറ്റ വചനം മതി നമ്മുടെ ലൈഫിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ. പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രസംഗം നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് കാഞ്ഞൂർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്ഥലപ്പേരാണ് ലിസ്ത്ര. അവിടെ നടക്കുമ്പോൾ ജന്മനാ മുടന്തനായ, അപ്പോൾ എത്ര വയസ്സോട്ടായിരിക്കും മുടന്നു വന്നത്? എത്ര വയസ്സോട്ടായിരിക്കും? 6 വയസ്സ് തൊട്ടോ? ജന്മന എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ആ ഉണ്ടായപ്പോൾ തൊട്ട്. ജന്മന കാലിന് സ്വാധീനമില്ലാത്ത ഒരുവൻ ആ ദേശത്തുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത്? ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത്. ആ വാക്കുകളെല്ലാം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചപ്പോൾ തന്നെ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു. എഴുതിയിരിക്കുകയാണ് പ്രത്യേകത, അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഒരിക്കലും നടന്നിട്ടില്ല. ഇനി ജന്മനാ കാലിന് സ്വാധീനമില്ലാത്തവരുടെ കാല് നമ്മുടെ കാല് പോലെ ഇരിക്കുമോ? അവരുടെ മസിൽസിന്റെ പ്രത്യേകത, കാലിൻ്റെ എല്ലാ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, ആ കാലുകൾ വളരെ ശോഷിച്ച കാലുകളായിരിക്കും. ഇങ്ങനെ ജന്മനാ സ്വാധീനമില്ലാത്ത ഒരാളെ കണ്ട് നിങ്ങൾക്ക് വേദന അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു,
ചൂടുവെള്ളം കോരി ഒഴിച്ചാലും ഒന്നും ഫീൽ ചെയ്യില്ല, കത്തി കൊണ്ട് വിരൽ മുറിച്ചാലും വേദനയില്ല. അതാണ് ജന്മനാ സ്വാധീനം, രക്തഓട്ടമില്ല. അതുകൊണ്ട് കാല് ഈർക്കിളി പോലിരിക്കും. നമ്മുടെ കാലിനെ പോലെ മസിൽസ് ഉണ്ടാവില്ല, നടക്കാൻ പറ്റില്ല, ഞരമ്പ് വീക്കായിരിക്കും, രക്തഓട്ടമില്ലാത്ത ഞരമ്പായിരിക്കും, കാലിന് ബലമില്ല. ഈ വ്യക്തി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം. പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് മനസ്സിലാവുകയാണ്, ഇവന്റെ കാല് സുഖപ്പെടുന്ന അത്രയും വിശ്വാസം ഇവനിൽ ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. വിശ്വാസമുള്ളവനെ അവൻ്റെ വാക്ക്, അവൻ്റെ പ്രാർത്ഥന, വ്യക്തിയുടെ സ്തുതിപ്പ്, കൈയടിക്കുന്ന രീതി, ഇത് കണ്ടാൽ അറിയാം ആ വ്യക്തിക്ക് എന്തേരെ വിശ്വാസം ഉണ്ടെന്ന്. പൗലോസ്ലീഹ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു കസേരയിലിരിക്കുന്ന ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ദൈവവചനം പറയുന്നത് കേട്ടപ്പോൾ പൗലോസ്ലീഹ പറയുവാണ്, അവൻ കേൾക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ഇവന്റെ കാല് സുഖപ്പെടാൻ കഴിയുന്ന, അത്ഭുതം നടക്കാൻ അത്രയും വിശ്വാസം ഇവനിൽ ഉണ്ട് എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം മാറ്റിവെച്ച് ഈ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നവരും വന്നവരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, ഇന്ന് നിങ്ങളെ ഈശോ നോക്കുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരാൻ കഴിയത്തക്ക ഒരു വിശ്വാസത്തോടെ ഇരിക്കണം. ഇനി അതിലെന്തേലും ഒരു കുറവുണ്ടെങ്കിൽ ശിഷ്യന്മാരെ പോലെ നിങ്ങളും പ്രാർത്ഥിക്കണമെന്ത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഓരോ പ്രാവശ്യം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ, സ്വർഗത്തെ അറിയിച്ചു കൊടുക്കുവാണ്. എൻ്റെ ഈ ഹല്ലേലൂയ എന്ന വാക്ക് ഈ അന്തരീക്ഷത്തിൽ നിറയുവാണ്. എൻ്റെ അടുത്തിരിക്കുന്ന 10 പേര് പുറകിലും മുന്നിലും ഇരിക്കുന്നവർ കേൾക്കുന്നു, കാണുവാണ് ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ ദൈവം എൻ്റെ വിശ്വാസം ഇന്ന് കാണണം, വിശ്വാസത്തിൻ്റെ അളവ്. ഇനി ശ്രദ്ധിക്കുക, ഈ വ്യക്തിക്ക് വിശ്വാസം ഉള്ളപ്പം അതിൻ്റെ ശക്തി എവിടെ വെളിപ്പെട്ടു? സ്വാധീനമില്ലാത്ത കാലിൽ, ഹൃദയത്തിലുണ്ടായിരുന്ന വിശ്വാസം എവിടെ വെളിപ്പെട്ടു? ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ഈർക്കിളി പോലെ അല്ലെങ്കിൽ മെലിഞ്ഞ് ശോഷിച്ച കാലിൽ, മസിലിന് ബലമില്ലാത്ത, ഞരമ്പുകൾ വീക്കായ കാലിൽ എന്തു വെളിപ്പെട്ടു? വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെട്ടു. പൗലോസ്ലീഹ പറയുവാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് കഷ്ടിച്ച് നിന്നു. 10 പേര് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നല്ല എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണ്, അവൻ എഴുന്നേറ്റ് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്. ഓടണമെങ്കിൽ നമുക്ക് പലർക്കും ഓടാൻ പോലും പറ്റില്ല, ഇപ്പൊ എല്ലാ മസിൽസ് ഉണ്ടായിട്ട് പോലും. ഓടിയാൽ നമ്മൾ വീണ് കതച്ചു പോകും. ഈ മനുഷ്യൻ ഓടി. എങ്ങനെയായി ഓടിയത്? വിശ്വാസം ഉള്ളവനെ ദൈവം ഓടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും. ഹൃദയത്തിൽ എഴുതിയിടണം, വിശ്വാസത്തോടെ ഇന്നുവരെ നടന്നിട്ട് പോലും ഇല്ലാത്തവനായി ഇപ്പോൾ ഓടിയെന്ന് ഓർക്കണം. ഇവനെ നോക്കിയിട്ട് വഴിയെ പോയവരും സ്വന്തക്കാരും കൂടപ്പുറപ്പും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ ഒരിക്കലും നടക്കുകയില്ലെന്ന്. എല്ലാവരും പറഞ്ഞത് നടക്കുകയില്ലെന്നാണ്. എല്ലാവരും പറഞ്ഞത് നടന്നാൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ട വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എഴുതിയിരിക്കുന്നത് അവന്റെ വിശ്വാസം കൊണ്ട് അവൻ കഷ്ടി നടന്നു എന്നല്ല, വിശ്വാസം കൊണ്ട് അവൻ ഓടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയുന്ന ദൈവവചനം, വിശ്വാസം നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾ കഷ്ടി നടക്കണമെന്നല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല മൈക്കെടുത്ത് നിൽക്കുന്നത്. വിശ്വാസത്തോടെ വചനം കേട്ട് ഇനി ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇതുപോലെ ഓടും. ദൈവം നമ്മളെ ഓടിക്കും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ ഓടിക്കുന്ന വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പ്രശ്നം. കേട്ടോ നിങ്ങൾ? വെച്ചാ 188 പേര് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എണ്ണിയതാണ്. എണ്ണം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. 2 കൂട്ടത്തിൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏതൊക്കെ? വിശ്വാസമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുണ്ട്. വിശ്വാസം ഇല്ലാന്ന് ഉള്ളവർ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി, ശുദ്ധഹൃദയരായ കുറേ പേരാ പറഞ്ഞത്. പാവങ്ങൾ, അവർ ശിശുതുല്യ ഹൃദയമുള്ളവരാ, ഒന്നും ഓർക്കാതെ ചാടി പറഞ്ഞതാ. ഹല്ലേലൂയ.
നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാനിത് പറഞ്ഞിട്ട് എനിക്കിത് കൊതി തീരുന്നില്ല. എനിക്ക് മനസ്സിലായി ശരിക്കും ഇത്. അതെന്ന് നോക്കിയാൽ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കാലുള്ള ഒരുത്തൻ ഹൃദയത്തിനകത്തെ വിശ്വാസം വന്നപ്പോൾ അവൻ്റെ ഞരമ്പ് നേരെയായി, മസിൽ പെട്ടെന്ന് വന്നു. ഇന്ന് വരെ നടന്നിട്ടില്ലാത്തവൻ ഓടി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി എവിടെ എത്തി? അവൻ്റെ കാലിലെത്തി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി എവിടെ എത്തും? എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ അതിൻ്റെ അനുഗ്രഹം എത്തും, എൻ്റെ ശരീരത്തിന് അതിന് അനുഗ്രഹം എത്തും, എൻ്റെ തലമുറകളിൽ അതിൻ്റെ അനുഗ്രഹം എത്തും. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും അതിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കും. അതാ വിശ്വാസം. ഇതാണ് വിശ്വാസം. ഇനി അടുത്തത്, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ദൈവം ഒരു വ്യക്തിയിൽ തുറന്നിട്ടിരിക്കുന്ന ഒരേ ഒരു വഴിയാണ് വിശ്വാസത്തിൻ്റെ വഴി. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കേട്ടു കണ്ടു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കാണും. പക്ഷേ ഈ ഒരു കാര്യം മതി ഒരാളുടെ ജീവിതം മൊത്തം മറിയാൻ. വിശ്വാസം. അതിനാധാരമായി ഒരു നല്ല വചനം, എന്നെ വളരെ സ്വാധീനിച്ചൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനാ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വളരെ സ്വാധീനിക്കുന്നൊരു വചനമാണത്. അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 27-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? പൗലോസ്ലീഹായുടെ റോമായിലേക്കുള്ള ഒരു കപ്പൽ യാത്രയാണ്. ഇത് വായിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഒരു കപ്പൽ യാത്ര ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോയെന്ന്. ഞാൻ അതിന് മറ്റൊരു പേരിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ ജീവിത യാത്രയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പൗലോസ്ലീഹ നടത്തിയത് ഇറ്റലിയിലേക്ക്, റോമിലേക്ക് ഒരു കപ്പൽ യാത്ര. പക്ഷെ ആ കപ്പൽ യാത്രയാണെങ്കിൽ അതുപോലെ മറ്റൊരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഓരോ കപ്പലെ കൂടെ. ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പം അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ ഈ പൗലോസ്ലീഹ എല്ലാവരും കൂടെ കയറിയതിനു ശേഷം പ്രാർത്ഥിച്ച പൗലോസ്ലീഹ കപ്പലിലുള്ളവരോട് പറഞ്ഞു, ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥനയുള്ള പൗലോസ്ലീഹ കപ്പലിലുള്ളവരോട് പറയുവാണ്, ഈ യാത്ര നമുക്ക് ഗുണകരമാകാൻ സാധ്യതയില്ലെന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു മെസ്സേജ്. നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയില്ലേ, അതുപോലെ പൗലോസ്ലീഹ ഒരു മെസ്സേജ് പറഞ്ഞു. ആരും അത് കൂട്ടാക്കിയില്ല, മൈൻഡ് ചെയ്തില്ല, അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഒന്നാമത്തെ ആത്മീയ ദൂത് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുള്ള ചിലർ നമ്മളോട് ചിലപ്പോൾ പറയും അത് വേണ്ട, അതൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാവില്ലേ, ആരും ഇത് തള്ളിക്കളയരുത്. പ്രാർത്ഥനയുള്ള പൗലോസ്ലീഹ പറയുവാണ്, ഈ യാത്ര വേണോ? ഇതല്പം ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നേ. 27-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇങ്ങനെ ഉപദേശിച്ചു പൗലോസ്ലീഹ, മാന്യരെ, നമ്മുടെ ഈ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. ആരും ഇത് മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഏതേലും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ചിലപ്പോൾ പറയും, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒന്നും കൂടെ ഒന്ന് നോക്കണം, വേറൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ 10 വയസ്സായ ഒരു കൊച്ചായിരിക്കും പപ്പായോട് പറയുന്നത്, അമ്മയോട് പറയുന്നത്, മമ്മി ആ സ്ഥലം വിൽക്കുന്ന കാര്യം നല്ലതാണോ? ചിലപ്പോൾ പ്രാർത്ഥനയുള്ള, കുഞ്ഞു ഹൃദയമുള്ള, വിശ്വാസമുള്ള 10 വയസ്സൊരു കൊച്ചായിരിക്കും മെസ്സേജ് പറയുന്നത്. വേറൊരു കാര്യം കേൾക്കണം, പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ ആരെങ്കിലും നിങ്ങളോടൊരു മെസ്സേജ് തന്നാൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. അതിനകത്ത് എന്തേലും ഒരു ദൈവീക കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.